ഇന്ന് ഞാൻ നിങ്ങൾക്ക് രണ്ടുമൂന്ന് കാര്യങ്ങൾ പരിചയപ്പെടുത്തി തരാം കേട്ടോ. എന്താണെന്നറിയാമോ? ഞാനിത് വണ്ടിയെക്കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് റിപ്പയറിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വണ്ടി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്താണ് പ്രശ്നം എന്നുള്ളത്. ഇന്ന് ഞാൻ തരാൻ പോകുന്ന ഇത് 2013 എർട്ടിഗയാണ് കേട്ടോ. എർട്ടിഗ പെട്രോൾ എഡിഷനാണ്, ഡീസൽ അല്ല വണ്ടി, പെട്രോൾ വണ്ടിയാണ്. അപ്പോൾ കസ്റ്റമർക്ക് കുറച്ച് കൺസേൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് കസ്റ്റമർ കൺസേൺ ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഒന്ന് സ്റ്റിയറിംഗ് പ്രോബ്ലം, രണ്ടാമത്തെ മൈലേജ് ഇല്ല, പിന്നെ എഞ്ചിൻ വൈബ്രേഷൻ കൂടുതലായിരുന്നു. ഇത്രയായിരുന്നു കസ്റ്റമറെ കൺസേൺ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ഫസ്റ്റ് കൺസേൺ സ്റ്റിയറിംഗ് സ്റ്റിക്കി ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. അത് നമ്മൾ എല്ലാ വീഡിയോയിലും അതിൻ്റെ ഡീറ്റെയിൽസിൻ്റെ ഞാൻ കടക്കുന്നില്ല, കാര്യം കുറേ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റിയറിംഗ് സ്റ്റിക്കിയുടെ പ്രോബ്ലം ഇതിൻ്റെ ഫൈബർ വീലിൻ്റെ പ്രോബ്ലം ആയിരുന്നു. അത് നമ്മൾ ഇളക്കിയേണ്ട അടിപൊളിയാക്കിയിട്ടുണ്ട്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. അത് കൂടാണ്ട് ഇതിൽ വേറെ പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. ഈ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ നല്ല ഒച്ചയുണ്ടായിരുന്നു, ടക്ക് 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 എന്ന സൗണ്ട്. അത് അതിൻ്റെ റാക്കിൻ്റെ പ്രശ്നമായിരുന്നു. നമ്മളത് ഫുള്ള് മാറ്റിയില്ല, അത് നമ്മൾ ക്യൂട്ടാക്കിയിട്ടുണ്ട്, റിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം കഴിഞ്ഞു കേട്ടോ. എന്താണെന്നും എങ്ങനെയാണെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നമുക്കിനി അടുത്തതിലോട്ട് കിടക്കാം. രണ്ടാമത്തെ കൺസേൺ എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതൊരു പെട്രോൾ വണ്ടിയാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചായിരുന്നു, അതിന് മൈലേജ് കുറവാണെന്ന് പറഞ്ഞു. അപ്പം പെട്രോൾ വണ്ടി അതിന് ആൾക്ക് മുമ്പ് മൈലേജ് കിട്ടിക്കൊണ്ടിരുന്നു, പക്ഷേ ഇപ്പം അത്രയും കണ്ട് മൈലേജ് കിട്ടുന്നില്ല എന്നാണ് ആൾ നമ്മളടുത്ത് നോട്ടീസ് ചെയ്തത്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഒരു ഇമ്പോർട്ടൻ്റ് നോട്ടാട്ടോ, ഇത് നിങ്ങൾ ജസ്റ്റ് നോട്ട് ചെയ്തോളൂ. ഇതിൽ ആൾ ഉപയോഗിക്കുന്ന ഓയിൽ അത്ര ക്വാളിറ്റി ഉള്ളതല്ല. ഇപ്പം നിങ്ങൾ ചിന്തിക്കും ഓയിലും മൈലേജുമായിട്ട് എന്ത് ബന്ധമാണ്? ഓയിലും മൈലേജുമായിട്ട് ബന്ധമുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള, അതായത് നമുക്ക് ലോക്കലി കിട്ടുന്ന ഓയിൽ മേടിച്ച് വീത്തിക്കഴിഞ്ഞാൽ നമുക്കത് മൈലേജിനെ 100% അഫക്റ്റ് ചെയ്യും. അപ്പം നമ്മൾ മേടിച്ച് വീത്തുന്ന ഓയിൽ അത്ര കുറഞ്ഞത് മേടിക്കില്ല. ഒരു മിനിമം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഏതെങ്കിലും ബ്രാൻഡ്, ഞാൻ സ്പെസിഫൈഡ് ഇന്ന ബ്രാൻഡ് എന്ന് പറയുന്നില്ല. അപ്പം ഏതെങ്കിലും ക്വാളിറ്റി ഉള്ള ഓയിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. ക്വാളിറ്റി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ആ ഓയിൽസ് മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പം ഞാൻ ഇതിൽ കിടന്ന ഓയിൽ അത്ര പഴക്കം ചെന്നതല്ല, എന്നിരുന്നാലും ഞാൻ ഇതിൻ്റെ ഓയിൽ എടുത്ത് കളഞ്ഞിട്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ബ്രാൻഡിൻ്റെ ഓയിൽ വീത്തി. പക്ഷേ അതിൻ്റെ പെർഫോമൻസിലായിക്കോട്ട്, വണ്ടിയുടെ എഞ്ചിൻ്റെ സൗണ്ടിലായിക്കോട്ട് ഓൾമോസ്റ്റ് മൊത്തം നല്ലൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ ഓയിൽ മാറ്റി വീത്തിയപ്പോൾ തന്നെ ഓയിൽ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, അത് മാറ്റി. അതേ കണക്ക് തന്നെ ഇതിൻ്റെ എയർ ഫിൽറ്റർ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, അത് മാറ്റിയിട്ടുണ്ട്. ഫ്യൂവൽ ഫിൽറ്റർ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, അത് മാറ്റിയിട്ടുണ്ട്. അത് കൂടാണ്ട് 4 പ്ലഗും അത്ര കണ്ട് കണ്ടീഷൻ ഉണ്ടായിരുന്നു, അത് 4 മാറ്റി. ഇത്രയും ചെയ്തപ്പോൾ തന്നെ വണ്ടി നല്ല പെർഫെക്റ്റ് കണ്ടീഷനായിട്ടോ, നല്ലൊരു പെർഫോമൻസ് കിട്ടി. അത് കൂടാണ്ട് നമ്മൾ ഇതിൻ്റെ ഇൻടേക്ക് മാനിഫോൾഡ് ഫുള്ളി ഇളക്കി കഴിഞ്ഞു വന്നോളി, കാണിച്ചു തരാം. ഇങ്ങോട്ട് വന്നേ, നോക്കൂ കണ്ട, ഇൻലെറ്റ് മാനിഫോൾഡ് ഫുൾ ഇളക്കി. നമ്മൾ ഈ മെക്കാനിസത്തിനെ ഫുൾ ഇളക്കി നല്ല രീതിയിൽ അതിനകത്ത് അഴുക്കുണ്ടായിരുന്നു. ആ ഒരു മെക്കാനിസം എല്ലാം നമ്മൾ നല്ല ക്യൂറായിട്ട് ക്ലീൻ ചെയ്ത് കണ്ട, ഇപ്പം കാണാൻ കിട്ടുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് നല്ല പുതിയ കണക്കിരിക്കുകയല്ലേ. അപ്പം ഈ മെക്കാനിസം എല്ലാം നമ്മൾ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് നല്ല വെൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ വണ്ടിയിൽ ഞാൻ ഓടിച്ചു നോക്കി കേട്ടോ. ഓടിച്ചു നോക്കിയപ്പോൾ നിങ്ങൾ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ, എനിവേ 2 to 3 മൈലേജിൽ ഇതൊരു വ്യത്യാസമുണ്ട് കേട്ടോ. അതുമാത്രമല്ല, വണ്ടിയുടെ പെർഫോമൻസ് അത്ര കണ്ടങ്ങ് മാറിയിട്ടുണ്ട്. അത്ര നല്ലൊരു പെർഫോമൻസും തരുന്നുണ്ട്, മൈലേജിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അത് കൂടാണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തി നമുക്ക് അറിയത്തുകൂടിയില്ല ഈ വണ്ടി സ്റ്റാർട്ടാണെന്ന്. കാര്യം അത്രയും കണ്ട് വണ്ടി സൈലൻറ്റും ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരട്ടെ എങ്ങനെയുണ്ടെന്നുള്ള. എഞ്ചിൻ്റെ സൗണ്ടും ആ നോയ്സും ഞാൻ നല്ലപോലെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ കാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചാൽ അത്ര കണ്ട് സൈലൻ്റ് ആട്ടോ, ഒച്ചയോ വെള്ളമൊന്നുമില്ല. അപ്പം ആ ഒച്ച നിങ്ങൾക്ക്, ഞാൻ ഈ കിടന്ന് കലയില വെള്ളം വെക്കുമ്പോൾ നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല അല്ലേ. അപ്പം ഞാൻ മൈക്ക് ഒന്ന് അങ്ങോട്ട് വെച്ചുതരാം. ഇപ്പം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കണ്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള, അതായത് പെട്രോൾ എഞ്ചിന് എർട്ടിഗയ്ക്ക് നോർമലി ഇത് ഓൾഡ് ജനറേഷൻ എഞ്ചിനാണ്, അപ്പോൾ ഇത് സൗണ്ട് കൂടുതലാണ്. എന്നാലും നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കണ്ടോ, വണ്ടി എന്ത് സൈലൻ്റ് ആയിട്ടുള്ള, എന്ത് അടിപൊളിയായിട്ട് നിൽക്കണം വേണ്ട. മുമ്പെന്ന് വെച്ചാൽ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നിട്ട് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു കുപ്പി വെള്ളം എടുത്ത് ഇതിൻ്റെ മുകളിൽ വെക്കാം, അത് അവിടെ കുലുങ്ങാണ്ടിരിക്കുക. അത്രയും കണ്ട് പെർഫോമൻസാണ്. ഞാനൊന്ന് കാണിച്ചു തരാം. വൈബ്രേഷനും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അത് നോർമലാണെന്നാണ് നിങ്ങൾ കരുതുന്നത്. പക്ഷേ ഞാൻ ഈ വർക്കെല്ലാം ചെയ്തിട്ട് ഇതിൻ്റെ വൈബ്രേഷൻ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ നിങ്ങൾ പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവത്തില്ല. നിങ്ങൾ പറയും ഞാൻ ചുമ്മാണ്ട് വീഡിയോ റീച്ച് ആവാൻ വേണ്ടി പറയണം. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കണേ. ഞാൻ ഈ പണിയും ഈ പെർഫോമൻസ് ചെയ്തിട്ട് നോക്കും. ഞാൻ കണ്ട ഒരു ഗ്ലാസ് ഇപ്പോൾ വണ്ടി കണ്ട, വണ്ടി എഞ്ചിൻ സ്റ്റാർട്ടാണ് കണ്ട, ഒച്ച കേൾക്കണുണ്ടല്ലോ. അതിൽ ഞാൻ കണ്ട ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചേക്കണ്ട, ആ വെള്ളം ഇരിക്കുന്ന കണ്ട, അത് ഞാൻ ഒട്ടിച്ച ഒന്നുമല്ല വെച്ചേക്കണ്ട, ജസ്റ്റ് അവിടെ വെച്ചിട്ടേ ഉള്ളൂ. പക്ഷെ നോക്ക്, ഒരു അനക്കോ കുലുക്കോ ഒന്നുമില്ല. അത്രയും കണ്ട് പെർഫോമൻസ് മാറ്റമുണ്ട് കേട്ടോ. അതാണ് നമ്മൾ കറക്റ്റ് നോക്കി ഇതെല്ലാം ചെയ്താലുള്ള വ്യത്യാസം. അത്രയും പെർഫോമൻസ് ഇവിടെ മാറിയെന്ന് വെച്ചാൽ എന്തായിരുന്നു, മുമ്പ് ഇത് കാണണമായിരുന്നു നിങ്ങൾ. മുമ്പ് ഇതിവിടെ കിടന്നൊരു പെടയിലായിരുന്നു, മറ്റേ മീനെ പിടിച്ച് കരയിലിട്ടാണ്ടല്ലോ, അത് കണക്കൊരു പെടയിലായിരുന്നു. ഇപ്പം വണ്ടി കണ്ട സെറ്റായിട്ടുണ്ട്. കണ്ടോ, വെള്ളം കണ്ട ഞാൻ വെച്ചേക്കുന്നതാ, അല്ല അവിടെ ഒട്ടിച്ചൊന്നും വെച്ചിട്ടില്ല. അപ്പം അത്ര ഇത് കണ്ടോ, ഞാൻ വീണ്ടും വെച്ചിട്ടുണ്ട്. അത്രയും കണ്ട് വ്യത്യാസമുണ്ട്. അപ്പം എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഉപകാരപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.